തിരുവനന്തപുരത്ത് ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇന്ന് വൈകുന്നേരം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാ സംശയവും തീരും. സിസ്റ്റം ശരിയാക്കാനാണല്ലോ മന്ത്രി. ഇത് കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ട് ചർച്ച നടത്തണം. കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് അതനുസരിച്ച് തീരുമാനമെടുക്കണം. അതായത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സ് വളരെ സുതാര്യമായി നോംസ് അനുസരിച്ച് മാത്രമേ നടത്തൂ. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ മൊത്തം ഒഴിവാക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യാത്രകൾ നടത്തൂ. അല്ലാതെ മന്ത്രിയായതിൻ്റെ പേരിൽ സ്വീകരണങ്ങളോ ചടങ്ങുകളോ ഇല്ല. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകുന്ന കാര്യം വേറെ. മറ്റ് സ്ഥലങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യങ്ങൾക്ക് മാത്രമേ യാത്ര നടത്തൂ. ഞാൻ പിന്നെ MP ആയതുകൊണ്ട് ട്രെയിനിൽ സൗജന്യ യാത്രയാണ്. അപ്പോൾ സർക്കാരിലേക്ക് കഴിയുന്ന ചെലവ് കുറയ്ക്കുക, അതാണ് ഞങ്ങൾ മന്ത്രിമാരുടെ ചുമതല. അത് രണ്ടാമത് ഞങ്ങൾ ആരംഭിക്കും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഇനിയിപ്പോൾ 1 തൊട്ട് തുടങ്ങണം. കാരണം ഇതുവരെയുള്ള സംവിധാനം മുഴുവൻ തകർത്തു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അത് പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കും. അത് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ വരെയുള്ള ആശുപത്രികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ത് വന്നാലും പുറത്തു കൊണ്ടുവരും. സ്വർണം കട്ടവരെ ആരും രക്ഷപ്പെടില്ല. കഴിഞ്ഞ മന്ത്രിക്ക് ഏറ്റവും വലിയ പരാതി അവരെ ഒരിക്കലും ഫോണിൽ MLA-മാർക്കും കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ അവൈലബിൾ ആയ നേതാവ് എന്നെ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അവൈലബിൾ ആണല്ലോ, നിങ്ങൾക്ക് ഉൾപ്പെടെ. അതൊക്കെ സംവിധാനം ഉണ്ടാവും. അവൈലബിൾ ആവും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവും. കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാവും. കാരണം അതുണ്ടെങ്കിലേ മേലോട്ട് കയറാൻ പറ്റും. ശരി.